إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وخير الحديث حديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان والأخوات أوصيكم ونفسي أولا بتقوى الله. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സഹോദരീ സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിലെ സുഖദുഃഖങ്ങളെയെല്ലാം നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന, സന്തോഷാവസരങ്ങളെയും സന്താപാവസരങ്ങളെയും എല്ലാം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ഏകനും സർവശക്തനുമായ അള്ളാഹുവിന് പൂർണ്ണമായി കീഴ്പ്പെട്ട് ജീവിക്കുവാൻ നാം ഓരോരുത്തരും ബാധ്യസ്ഥരാണ് എന്നും ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി അതിനുവേണ്ടി മനസ്സറിഞ്ഞ് പരിശ്രമിക്കുകയും ചെയ്യണമേ എന്ന് ആമുഖമായി ഉണർത്തുകയാണ്, സ്നേഹപൂർവം വസിയ്യത്ത് ചെയ്യുകയാണ്. ഈ വസിയ്യത്ത് മരണം വരെ കാത്തു സൂക്ഷിക്കാനുള്ള തൗഫീഖ് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നൽകി നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, പരിശുദ്ധമായ ഹജ്ജും ബലിപെരുന്നാളും ബലികർമ്മവുമെല്ലാം ഉൾക്കൊള്ളുന്ന ദിനങ്ങളിലൂടെയാണ് നമ്മൾ കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ശിആറുകളെ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കാനുള്ള തൗഫീഖ് റബ്ബ് നമുക്ക് നൽകുന്നതോടൊപ്പം നമ്മുടെ ഈ അമലുകളെല്ലാം അല്ലാഹു സ്വാലിഹായ പുണ്യകർമ്മമായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഈമാൻ കാര്യങ്ങളിൽ രണ്ടാമത്തേതായി നമ്മൾ എണ്ണിപ്പടിച്ച ഒന്നാണ്
മലക്കുകളിലുള്ള വിശ്വാസം എന്നുള്ളത്. അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ വളരെ സവിശേഷമായ ഒരു തരം സൃഷ്ടിയാണ് മലക്കുകൾ എന്നുള്ളത് നമുക്കറിയാവുന്ന യാഥാർത്ഥ്യമാണ്. പരമപരിശുദ്ധരായ മലക്കുകളെ സംബന്ധിച്ചിടത്തോളം മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തമായി അള്ളാഹുവിനോട് ഒരവസരത്തിലും തങ്ങളുടെ സൃഷ്ടാവായ അള്ളാഹുവിനോട് ഒരു ഘട്ടത്തിലും ഒരു രീതിയിലുമുള്ള അനുസരണക്കേട് കാണിക്കാൻ അവർക്കൊരിക്കലും കഴിയുകയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ലാ യഅസൂന അല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറു. എന്താണോ അവർ കൽപ്പിക്കപ്പെട്ടത്, എന്തിനു വേണ്ടിയാണോ അവർ നിർദ്ദേശിക്കപ്പെട്ടത്, അത് അതേ രീതിയിൽ അത് ചെയ്ത് പൂർത്തീകരിക്കുക എന്നതല്ലാതെ അള്ളാഹുവിൻ്റെ ഒരു ആജ്ഞക്കും അള്ളാഹുവിൻ്റെ ഒരു കൽപ്പനക്കും എതിര് നിൽക്കാൻ, അതിനോട് മോട്ട് കാണിക്കാൻ, അതിനോട് അനുസരണക്കേട് കാണിക്കാൻ ഒരു നിലക്കും അവർക്ക് കഴിയില്ല. അത്രമാത്രം അള്ളാഹുവിനോട് അടുത്ത അവൻ്റെ മുഖറബീങ്ങളായ പരിശുദ്ധവാന്മാരായ മഹത്തരമായ സൃഷ്ടികളാണ് ആര്? മലക്കുകൾ എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, ആ മലക്കുകൾ മനുഷ്യരായ നമ്മളിൽ ചിലർക്ക് വേണ്ടി ചില സന്ദർഭങ്ങളിൽ പ്രാർത്ഥിക്കുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ആര്? അള്ളാഹുവിനോട് ഏറ്റവും അടുത്ത അവന്റെ മുഖറബീങ്ങളായ മലായികത്യങ്ങൾ മനുഷ്യരായ നമുക്ക് ചില ഘട്ടങ്ങളിൽ പ്രത്യേകമായി അവർ ദുആ ചെയ്യും എന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് മലക്കുകൾ നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്ന ചില സന്ദർഭങ്ങളെ കുറിച്ചാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഖുത്ബയിൽ ഉണർത്താൻ ഉദ്ദേശിക്കുന്നത്. വളരെ നിസ്സാരമെന്ന് ഒരുപക്ഷെ നമുക്ക് തോന്നാവുന്ന ചില കാര്യങ്ങൾ ഏതൊരു വ്യക്തിക്കും ഒരു ചെലവും ഒരു പ്രയാസവും ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ഏതൊരവസരത്തിലും ആ പ്രാർത്ഥനകൾ നിരന്തരമായി നേടിയെടുക്കാൻ കഴിയുന്ന ചെറിയ ചെറിയ അമലുകൾ, ഒരുപാട് അമലുകളുണ്ട്. അതിലേതാനും ചില അമലുകൾ മാത്രമാണ് ഖുത്ബ സമയത്തിന്റെ പരിമിതി മനസ്സിലാക്കിക്കൊണ്ട് ഉണർത്തുവാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, സഹോദരന്മാരെ, അള്ളാഹുവിന്റെ ഭവനത്തിൽ ജുമാ ജമാഅത്തുകൾക്ക് ഏറ്റവും ഒന്നാമത്തെ സൊഫിൽ വന്നിരിക്കുന്ന മനുഷ്യർക്ക് വേണ്ടി അള്ളാഹുവിന്റെ വാനലോകത്തുള്ള മലായികത്യങ്ങൾ പ്രാർത്ഥിക്കുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നിതാ നമ്മുടെ ഈ പള്ളിയിൽ, ഈ ജുമായിൽ, ഈ ഒന്നാമത്തെ സഫിൽ എന്റെ കൺമുമ്പിൽ ഇരിക്കുന്ന മുഴുവൻ മനുഷ്യന്മാർക്കും അത് കിട്ടാനുള്ള അർഹതയായി, യോഗ്യതയായി ജുമാ ജമാഅത്തുകൾക്ക് ഏറ്റവും ഒന്നാമത്തെ സഫിൽ വന്നിരിക്കുക എന്നുള്ളത് ഏറ്റവും നല്ല ഈമാനികമായ ഒരു അടയാളമായി തന്നെയാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചത്. ഏതായാലും ഒരു അരമണിക്കൂർ അയാളുടെ സംസാരം ഒന്ന് സഹിച്ചിരിക്കണം, ഒരല്പനേരം ചാരി ഒന്ന് മയങ്ങട്ടെ, ഇരിക്കട്ടെ. അങ്ങനെ എന്തെങ്കിലും ഒരു മനസ്ഥിതിയോടെ നമ്മളൊന്ന് പിന്നോട്ടടിച്ച്, നമ്മളെ മുമ്പിൽ ധാരാളം സ്ഥലങ്ങൾ ഉണ്ടായിട്ടും അതൊന്നും ഉപയോഗപ്പെടുത്താതിരുന്നാൽ നമുക്ക് നഷ്ടമാകുന്നത് എന്താണ്? മലായികത്യങ്ങളുടെ പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനക്കും അള്ളാഹുവിനും ഇടയിൽ എന്തില്ല മറയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത്രമാത്രം അള്ളാഹുവിനോട് അടുത്ത് അവന്റെ മുഖറബീങ്ങൾ ആരാണ്? ഈ മലായികത്യങ്ങൾ എന്നുള്ളത് അല്ലെ? അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഇന്നല്ലാഹു വമലായികതഹു യുസല്ലൂന അലസ്സഫിൽ അവ്വലി. ഇന്നല്ലാഹു വമലായികതഹു, അള്ളാഹുവും അവന്റെ മലായികത്യങ്ങളും മാത്രമല്ല കേട്ടോ, ഈ ഹദീസിൽ അള്ളാഹിനെ കൂടി ചേർത്ത് പറയുന്നുണ്ട്.
റസൂൽ പറയാണ്, ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹുവും വമലായികതഹു, അവന്റെ മലായികത്യങ്ങളും യുസല്ലൂന, ഗുണം ചെയ്യും. മലായികത്യങ്ങൾ ഗുണത്തിന് വേണ്ടി തേടും, അല്ലാഹു ആകട്ടെ ഗുണം നൽകും. ആർക്ക്? അലസ്സഫിൽ അവ്വൽ, അള്ളാഹുവിന്റെ ഭവനങ്ങളിൽ ഏറ്റവും ഒന്നാമത്തെ സഫിൽ വന്നിരിക്കുന്ന ആളുകൾക്ക് എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് സഹോദരന്മാരെ, നമുക്ക് വെറുതെ കിട്ടുകയാണിത്, അല്ലേ? നമുക്ക് ജുമാഅയുടെ കൂലി കിട്ടുന്നതോടൊപ്പം മലക്കുകളുടെ പ്രാർത്ഥന കൂടി കിട്ടുന്ന ഒരു ചാൻസാണിത്. അതുകൊണ്ട് ഏത് സമയത്ത് നമ്മൾ പ്രത്യേകിച്ച് ജുമാ ജമാഅത്തുകളിൽ പള്ളിയിലേക്ക് കടന്നു വരുമ്പോൾ പരമാവധി ഏറ്റവും അടുത്ത സഫുകളിലേക്ക് കയറിയിരിക്കാൻ കഴിഞ്ഞോ അത്രയും നമുക്ക് കാര്യമാണ്, അത്രയും നമുക്ക് ഗുണകരമാണ് എന്നുള്ളത് അള്ളാഹ് മനസ്സിലാക്കുക. സർവശക്തൻ അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ടാമത്തെ കാര്യം, അള്ളാഹുവിൻ്റെ ദീന്, അള്ളാഹുവിൻ്റെ മതം ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന മനുഷ്യന്മാർ, ആ മനുഷ്യന്മാർക്ക് വേണ്ടിയും അള്ളാഹുവിൻ്റെ മുഖറബീങ്ങളായ വാനലോകത്തുള്ള ആ പരിശുദ്ധവാന്മാരായ മലായികത്യങ്ങൾ പ്രാർത്ഥിക്കുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹ്, ഈ സന്ദർഭത്തിൽ ഇപ്പോ അത് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഞാൻ മതപരമായ ദീനിയായ വിശേഷിച്ചും നാളേക്ക് ഉപകാരമുള്ള അറിവാണ് നിങ്ങൾക്ക് പകർന്നു തരുന്നത്. ഈ സ്ഥാനത്ത് ഞാനല്ല, ഈ സ്ഥാനത്ത് നിങ്ങൾ വന്നു നിന്നാണ് ഈ ആയത്തുകളും ഹദീസുകളും ജനങ്ങളെ കേൾപ്പിക്കുന്നതെങ്കിൽ നിങ്ങളും അതിനർഹരാണ് എന്നുള്ളതാണ് പ്രവാചകൻ പഠിപ്പിക്കുന്നത്. അങ്ങനെ ഖുത്ബ പറയണമെന്ന് മാത്രമല്ല, നമുക്ക് കഴിയാവുന്ന എന്തെല്ലാം മാർഗങ്ങളുണ്ടോ, ഒരാളുമായി സൗഹൃദമായ സംസാരത്തിലൂടെയാകട്ടെ, എങ്ങനെയാകട്ടെ ഒരാൾക്കൊരു അറിവ് പകർന്നു കൊടുക്കുക, അള്ളാഹുവും അവന്റെ പ്രവാചകനും പഠിപ്പിച്ച അറിവ് പകർന്നു കൊടുക്കുക, നാളേക്ക് ഉപകാരപ്പെടുന്ന അറിവ് പകർന്നു കൊടുക്കുക എന്നുള്ളത് റഹ്മത്തിന്റെ മലായികത്യങ്ങളുടെ പ്രാർത്ഥന കിട്ടാൻ ഉപകരിക്കുന്ന കർമ്മമാണ് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലം. അള്ളാഹിന്റെ പ്രവാചകന്റെ ഒരിക്കൽ ചോദിക്കപ്പെട്ടു എന്ത്, പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്നിട്ട് രണ്ട് ആളുകളെ കുറിച്ചാണ് ചോദിച്ചത്. ഒന്ന് അഹദുഹുമാ ആബിദുൻ വൽ ആഖറു ആലിമുൻ. റസൂലേ, ആലിമിനാണോ മഹത്വം അതല്ല ആബിദിനാണോ മഹത്വം? ആരാണ് റസൂലെ ഏറ്റവും മഹത്വമുടയവരായ ആളുകൾ? ആലിം എന്ന് പറഞ്ഞാൽ ഇൽമുള്ള ആള്, ദീന് പഠിച്ച, ദീന് മനസ്സിലാക്കിയ, പാണ്ഡിത്യമുള്ള, അത് ജനങ്ങൾക്ക് പകർന്നു കൊടുക്കുന്ന, അല്ലെ, അങ്ങനെയുള്ള ആളുകളെയാണ് നമ്മൾ ആലിമ്യങ്ങൾ എന്ന് പറയുക, പണ്ഡിതന്മാരെന്ന് പറയുക. ആബിദ് എന്ന് പറഞ്ഞാലോ, ഇബാദത്തുകൾ ചെയ്യാം. ഒരാൾ ധാരാളമായി ഇബാദത്ത് ചെയ്യാറുണ്ട്, പക്ഷെ അയാൾ പഠിച്ചതോ മനസ്സിലാക്കിയതോ ആയ കാര്യങ്ങൾ ഒരാൾക്കും പകർന്നു കൊടുക്കാൻ എന്തില്ല, അയാൾക്ക് അതിന് സമയമില്ല, അതിന് താല്പര്യമില്ല. അയാളൊക്കെ ചെയ്യുന്നുണ്ട്. ഒരു ആലിമോ അയാൾ പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്, അയാൾ മറ്റുള്ളവർക്ക് പരമാവധി പല സോഴ്സുകളിലൂടെ ആ അറിവ് പകർന്നു കൊടുക്കുന്നുമുണ്ട്. റസൂലെ, ആരാണ് ഈ ഉത്തമൻ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫളലുൽ ആലിമി അലൽ ആബിദി, ഫളലുൽ ആലിമി അലൽ ആബിദി. ഇബാദത്തുകൾ ചെയ്യുന്ന ആബിദിനേക്കാൾ ആലിമിനുള്ള സ്ഥാനം, പണ്ഡിതനുള്ള ശ്രേഷ്ഠത എന്ന് പറയുന്നത് ഖഫളി അലാ അദ്നാക്കും. എൻ്റെ സ്വഹാബത്തെ, ഞാനും നിങ്ങളും തമ്മിൽ എത്രമാത്രം വ്യത്യാസമുണ്ടോ അത്രയും വലിയ വ്യത്യാസം ആബിദും ആലിമും തമ്മിലുണ്ട് എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിയും സഹാബത്തും റസൂലുള്ളാഹിയും നമ്മളും ഒരേ കാറ്റഗറിയിലാണോ? ഒരേ കാറ്റഗറിയിലാണോ? അല്ലല്ലോ. റസൂലുള്ളാഹിക്ക് ഫദ്ല് കൂടും, സ്വാഭാവികമാണ്. അതുപോലെയാണ് ആബിദും ആലിമും തമ്മിലുള്ള വ്യത്യാസമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആബിദിന്, അമല് ചെയ്യുന്നവന്, ഇബാദത്ത് എടുക്കുന്നവന് അതിനുള്ള കൂലിയുണ്ട്, സംശയമൊന്നുമില്ല. പക്ഷേ ഇബാദത്തുകൾ ചെയ്യുന്നതോടൊപ്പം ആ പഠിച്ച് മനസ്സിലാക്കിയ കാര്യം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്ന ഒരു ആലിമ് കൂടിയാണ് ആ മനുഷ്യനെങ്കിലോ അയാൾക്ക് ഫദ്ൽ ഒന്നുകൂടി കൂടും, ആലിമിന് ഒന്നുകൂടി ഫദ്ൽ കൂടും.
എത്രത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹു മലായികത്തുഹു, തീർച്ചയായും അല്ലാഹുവും അവന്റെ മലായികത്തുകളും. തീർന്നില്ല വഅഹ്ലുസ് സമാവാതി വൽ അർള്, ആകാശ ഭൂമി ലോകങ്ങളിലുള്ള എല്ലാ സൃഷ്ടിജാലങ്ങളും, ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള എല്ലാ സൃഷ്ടിജാലങ്ങളും വരെ, ഹത്ത അന്നംലത, ഒരു ഉറുമ്പ് പോലും, ഫീ ജുഹ്രിഹാ, ചെറിയ ഒരു സുഷിരത്തിൽ കഴിഞ്ഞുകൂടുന്ന, ചെറിയ ഒരു മാളത്തിനകത്ത് കഴിഞ്ഞുകൂടുന്ന ഒരു ഉറുമ്പ് പോലും. തീർന്നില്ല, വഹത്തൽ ഹൂത, ആഴിയുടെ ആഴങ്ങളിൽ, കടലിന്റെ ആഴങ്ങളിൽ നീന്തി തുടിക്കുന്ന ചെറിയ മത്സ്യം തൊട്ട് എല്ലാ സൃഷ്ടിജാലങ്ങളും. യുസല്ലൂന അലാ മുഅല്ലിമിൻ നാസൽ ഖൈറ, ജനങ്ങൾക്ക് നന്മ പഠിപ്പിച്ചു കൊടുക്കുന്ന മനുഷ്യന് വേണ്ടി ദുആ ചെയ്യും, അദ്ദേഹത്തിന്റെ ഗുണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചെറിയൊരു ഉറുമ്പ് മുതൽ, നമ്മുടെ കണ്ണിൽ തടയാത്ത, നമ്മുടെ കാഴ്ചയിൽ തടയാത്ത ഉറുമ്പ് മുതൽ ആഴിയുടെ ആഴങ്ങളിൽ നീന്തി തുടിക്കുന്ന മത്സ്യങ്ങളടക്കം ആകാശഭൂമികളിലുള്ള മുഴുവൻ സൃഷ്ടിജാലങ്ങളും, ആളുകൾക്ക് ഇൽമ പഠിപ്പിച്ചു കൊടുക്കുന്ന, ഖൈർ പഠിപ്പിച്ചു കൊടുക്കുന്ന, ഖുർആനും സുന്നത്തും അറിയിച്ചു കൊടുക്കുന്ന, എത്തിച്ചു കൊടുക്കുന്ന, ദഅവത്ത് ചെയ്യുന്ന ആളുകൾക്ക് ഈ സൃഷ്ടിജാലങ്ങളൊക്കെയും പ്രാർത്ഥിക്കുന്നുണ്ട്, മലായികത്തുകൾക്കും പുറമെ എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലം. അതുകൊണ്ടാണല്ലോ റസൂൽ പറഞ്ഞത്, ഖൈറുക്കും, നിങ്ങളിൽ ഏറ്റവും ഉത്തമർ, എൻ്റെ ഉമ്മത്തെ, എൻ്റെ സമൂഹമേ, നിങ്ങളിൽ ഏറ്റവും ഉത്തമരായ ആളുകൾ ആരാ? ഒരുപാട് ബാങ്ക് ബാലൻസുമായി നടക്കുന്ന ആളുകളാണ് എന്നല്ല അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. മറിച്ച് മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു, ഇതാ ഈ ഖുർആൻ മാനവലോകത്തിന് മാർഗദർശനമായി അവതരിപ്പിക്കപ്പെട്ട ഈ ഖുർആൻ പഠിക്കുകയും അത് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നവനേക്കാൾ ഉത്തമനായി, യോഗ്യനായി, തികഞ്ഞവനായി, ഉദാത്തവാനായി വേറെ ആരുമില്ല എന്നാണ് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഈ മിമ്പറിൽ കയറി ഈ ഒരു രൂപത്തിൽ ഖുർആനും ഹദീസും ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ കഴിയുന്ന മക്കൾ നമുക്കുണ്ടോ? ആ മക്കളെക്കാൾ, അത്തരത്തിലുള്ള നമ്മുടെ മക്കളെക്കാൾ ഉദാത്തരായി ഒരാളും അള്ളാന്റെ മുമ്പിലില്ല എന്ന്. നമ്മൾ മനുഷ്യന്മാരായ പടപ്പുകളുടെ മുമ്പിൽ നമുക്കൊരു പക്ഷെ എന്തുണ്ടാവില്ല, വേണ്ടത്ര പരിഗണനയോ വിലയോ ഒന്നും ഒരു പക്ഷെ കിട്ടിക്കൊള്ളണമെന്നില്ല. എന്നാൽ അള്ളാന്റെ മുമ്പിൽ ഇതിനേക്കാൾ യോഗ്യതയുള്ള, ഇതിനേക്കാൾ മഹത്തരമുള്ള ആകാശഭൂമി ലോകങ്ങളിലുള്ള മുഴുവൻ ചരാചരങ്ങളും നിരന്തരമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തിത്വത്തിലുടമകളാണ് ആര്? അള്ളാഹുവിന്റെ ദീൻ ജനങ്ങൾക്ക് അതിന്റെ തനിമയോടെ, കൃത്യതയോടെ പഠിപ്പിച്ചു കൊടുക്കുന്ന ആളുകൾ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. 3, മലായികത്തുകളുടെ പ്രാർത്ഥന ലഭിക്കാൻ ഉപകരിക്കുന്ന മൂന്നാമത്തെ കർമ്മം എന്താന്ന് വെച്ചാൽ, സാധുക്കളായ, മിസ്കീനുകളായ, പാവപ്പെട്ടവരായ ആളുകളെ അവരോട് വലിയ ദയയും, അവരോട് വലിയ സഹാനുഭൂതിയും, അവരോട് വലിയ ആർദ്രതയും മനസ്സിൽ കൊണ്ടു നടന്ന് അവരെ സഹായിക്കുന്ന, അവർക്ക് വേണ്ടി ചെലവഴിക്കുന്ന ആളുകൾ ആരാണോ അവർക്ക് വേണ്ടി മലായികത്തുകൾ നിരന്തരമായി അവരുടെ ഗുണത്തിന് വേണ്ടി തേടുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂൽ പറയാണ്, മാ മിൻ യൗമിൻ യുസ്ബഹുൽ ഇബാദു ഫീഹി, ഒരു ദിവസവും മനുഷ്യർ ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുന്നില്ല, ഇല്ലാ മലക്കാനി യൻസിലാനി, 2 മലക്കുകൾ ആകാശ ലോകത്ത് നിന്ന് ഇറങ്ങി വന്ന് ഇപ്രകാരം ദുആ ചെയ്തിട്ടല്ലാതെ. എല്ലാ ദിവസവും ഒരാളും തങ്ങളുടെ ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുന്നില്ല. എങ്ങനെ? 2 മലായികത്തുകൾ, 2 മലക്കുകൾ വാനലോകത്ത് നിന്ന് ഇറങ്ങി വന്ന് ഇപ്രകാരം പ്രാർത്ഥിച്ചിട്ടല്ലാതെ. എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ട് അർത്ഥം. എന്താ പ്രാർത്ഥിക്കുന്നത്? അല്ലാഹുമ്മ അഅതി മുൻഫിഖൻ ഖലഫ, പടച്ചോനെ ഇന്ന് ചെലവഴിക്കുന്നവന്, നിന്റെ മാർഗത്തിൽ കൊടുക്കുന്നവന്, മറ്റുള്ളവരെ സഹായിക്കുന്നവന് പകരം കൊടുക്കണേ റബ്ബേ.
അതാണ് ഒരു മലക്ക് പ്രാർത്ഥിക്കുക. പഠിച്ചോനെ, ഇന്ന് എത്ര കണ്ട് ഒരാള് മറ്റുള്ളവരെ സഹായിക്കുന്നുണ്ടോ അത്ര കണ്ട് അദ്ദേഹത്തിന്റെ സമ്പത്തിൽ നീ വർധനവ് കൊടുക്കണേ, പകരം കൊടുക്കണേ എന്ന്. പിന്നെയോ രണ്ടാമത്തെ മലക്ക് പ്രാർത്ഥിക്കും എന്ത്? പഠിച്ചോനെ, കൊടുക്കാതെ പിടിച്ച് മുറുക്കി പിശുക്കി നടക്കുന്ന മനുഷ്യന്, ആ മനുഷ്യൻ അതുവഴി നീ നഷ്ടം അവന് നീ പ്രദാനം ചെയ്യണമെന്ന് രണ്ടാമത്തെ മലക്കും പ്രാർത്ഥിക്കുന്നുള്ളതാണ്. അപ്പൊ അള്ളാഹുവിന്റെ മാർഗത്തിൽ, നല്ല മാർഗത്തിൽ, അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾക്ക് ചെലവഴിക്കുന്ന മനുഷ്യന്മാർക്ക് വേണ്ടി നിരന്തരമായി ആര് പ്രാർത്ഥിക്കുന്നുണ്ട്? എല്ലാ ദിവസവും ആര് പ്രാർത്ഥിക്കുന്നുണ്ട്? അള്ളാഹുവിന്റെ മലായിക്കത്തീങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനിയോ നാലാമതായി, ഇതൊക്കെ നമുക്ക് എല്ലാ ദിവസവും പ്രാവർത്തികമാക്കാൻ പറ്റിയ കാര്യം കേട്ടോ, അല്ലേ? ഒരു 10 രൂപ ഏറ്റവും ചുരുങ്ങിയത്, അല്ലെ? സ്വതക്ക ചെയ്യാൻ കഴിയാത്ത ആരെങ്കിലും നമ്മുടെ കൂട്ടത്തിലുണ്ടോ? എല്ലാ ദിവസവും ഒരു 10 രൂപ ഇല്ല. എല്ലാവർക്കും കഴിയാവുന്ന സ്ഥിതിയും സാഹചര്യവും ഉള്ളവരാണ്. അള്ളാഹു നിലനിർത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നാലാമതായി പ്രവാചകൻ പറഞ്ഞു, രോഗിയെ സന്ദർശിക്കുന്ന മനുഷ്യന്മാർ. അല്ലെ, നിങ്ങൾ നോക്കിയും ഇന്നിപ്പോ ഈ ഈദിന്റെ ദിനങ്ങളിലൂടെയാണ് നമ്മൾ കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്നത്. ഈ അവസരങ്ങളിൽ പോലും ആശുപത്രികളിൽ നിന്ന് പിടുത്തം വിടാൻ കഴിയാതെ അവിടെ നിർബന്ധിതമായി കഴിയപ്പെടുന്ന എത്രയോ ആളുകളുണ്ട്. നമ്മുടെ സഹോദരന്മാരടക്കം, നമ്മുടെ നാട്ടുകാരടക്കം, നമ്മുടെ പ്രിയപ്പെട്ടവരടക്കം അർഹമറാഹിമീനായ റബ്ബ് അവരുടെ രോഗങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം അവർക്ക് ശിഫയാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗികളെ സന്ദർശിക്കുക എന്നുള്ളത് വലിയ പുണ്യമാണ്. ഞാനിപ്പോൾ അയാളിപ്പോൾ രോഗിയായി കിടക്കുകയാണ്, നമ്മുടെ അയൽവാസിയാവാം, നമ്മുടെ കുടുംബാവാം, ഞാൻ ചെന്നില്ലെങ്കിൽ മോശമല്ലേ എന്ന് കരുതി ചെല്ലല്ല. അങ്ങനെയല്ല, അങ്ങനെ ചെന്നത് കൊണ്ടൊരു കാര്യവുമില്ല. ഇത് വലിയ പുണ്യകർമ്മമാണ് എന്ന ആ ഒരു നെയ്യത്തോടെ നമ്മൾ ഒരു രോഗിയെ സന്ദർശിച്ചാൽ, രോഗിയായ ഒരു മനുഷ്യനെ ഒരാൾ സന്ദർശിച്ചാൽ ആകാശലോകത്ത് നിന്ന് വിളിച്ചു പറയപ്പെടും, നിനക്ക് മംഗളങ്ങൾ നേർന്നിരിക്കുന്നു. നമ്മളൊരു രോഗിയെ പോയി സന്ദർശിച്ചു വന്നാലേ, ഒരു രോഗിയുടെ അടുത്ത് ചെന്ന് അയാൾക്ക് ആശ്വാസം പകരുന്ന, അയാൾക്ക് സുഖം പകരുന്ന നല്ല വാക്കുകൾ നൽകി നമ്മൾ തിരിച്ചു വന്നാൽ നമുക്ക് വേണ്ടി ആകാശലോകത്ത് നിന്നുള്ള പ്രാർത്ഥന ഉയരും, നിങ്ങൾക്ക് മംഗളം. ഇതിന് പകരമായി നാളെ സ്വർഗത്തിൽ നിങ്ങൾക്ക് അള്ളാഹു ഒരു വീട് ഒരുക്കി വെക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ ചെലവ് നമുക്ക് സ്വർഗത്തിൽ ഒരു വീട് ഉണ്ടായിക്കില്ല? ഒരു ചെലവുമില്ലല്ലോ. എത്ര രോഗികളും പ്രയാസപ്പെട്ട് കഴിയുന്ന ആളുകളുമാണ് നമ്മുടെയൊക്കെ ചുറ്റുപാടുകളിലുള്ളത്. അവരൊക്കെ ഒന്ന് ഇടക്കിടക്ക് ചെന്ന് സന്ദർശിച്ച് അവർക്ക് സംസാരത്തിലൂടെയും മറ്റും ആശ്വാസം പകർന്ന്, സഹായം പകർന്ന്, അല്ലേ, നമുക്കും അത് വലിയ ഗുണകരമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനിയോ അഞ്ചാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്താൽ മലക്കുകൾ നമുക്ക് വേണ്ടി ദുആ ചെയ്യും. നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യാറുണ്ട് നോക്കാം, എനിക്ക് വേണ്ടി ദുആ ചെയ്യണം കേട്ടോ. നമ്മൾ പരസ്പരം അങ്ങനെ പറയാറുണ്ട്, നല്ലതാണ്. ദുആ കൊണ്ട് വസിയത്ത് ചെയ്യാറുണ്ട്, നല്ലതാണ്. നമ്മുടെ ഒരു കൂട്ടുകാരന് വേണ്ടി, ആരാവട്ടെ, ഒരു മനുഷ്യന് വേണ്ടി നമ്മൾ ദുആ ചെയ്താൽ അതുവഴി മലക്കുകൾ നമുക്ക് വേണ്ടി ദുആ ചെയ്യുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പടച്ചോനെ, ഓന്റെ പ്രയാസങ്ങൾ നീ ദൂരീകരിച്ചു കൊടുക്കണേ എന്ന് നമ്മുടെ ഒരു സുഹൃത്തിന് വേണ്ടി നമ്മൾ തേടുമ്പോൾ നമ്മുടെ ഒരു പ്രയാസം ദൂരീകരിച്ചു കിട്ടാൻ വേണ്ടി മലക്കുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്നർത്ഥം. പോരെ, അത് പോരെ. അള്ളാഹുവിനും മലായികത്തീങ്ങൾക്കും, അല്ലെ, ഒരു ഹിജാബുമില്ല ആ പ്രാർത്ഥനകൾക്കിടയിൽ. മലക്കുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ കൃത്യമായി നമ്മെ ആ വിഷയവും പഠിപ്പിച്ചു. മൻ ദആ ലി അഖീഹി ബിളഹിരിൽ ഗൈബി,
ഒരാൾ തൻ്റെ സഹോദരന് വേണ്ടി അയാളുടെ അസാന്നിധ്യത്തിൽ, അയാൾ നമ്മളെ കൂടല്ല, നമ്മളെ പ്രാർത്ഥന അയാൾ കേൾക്കുന്ന പോലുമില്ല, നമ്മൾ ആർക്ക് വേണ്ടിയാണോ തേടുന്നത് ആ ആള് നമ്മുടെ മുമ്പിൽ ഇല്ല, അയാളുടെ അസാന്നിധ്യത്തിൽ അയാൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഖാലൽ മലക്കുൽ മുവക്കൽ ബിഹി ആമീൻ, മലക്ക് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ആമീൻ പറയും എന്ന് മാത്രമല്ല വലക ബിമിസ്ലിൻ, നിനക്കും അതുപോലെ ഒരു ഗുണം ഉണ്ടാകട്ടെ എന്ന് അള്ളാഹുവിനോട് മലക്ക് നമുക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അഞ്ചാമതായി പറയപ്പെട്ട കാര്യം അതാണ്. ആറാമത്തെ കാര്യം, തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ ശ്രമിക്കുന്ന മനുഷ്യന്മാർ, അവർക്ക് വേണ്ടി മലായിക്കത്തുകൾ നിരന്തരമായി പ്രാർത്ഥിക്കുമത്രേ. ജീവിതത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ അബദ്ധവശാൽ അല്ലെങ്കിൽ അറിവില്ലായ്മ മൂലം അല്ലെങ്കിൽ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം എന്തോ ആവട്ടെ ചെയ്തുപോയ പല തിന്മകളും, ആ തിന്മകളെ തൊട്ടൊക്കെ ആത്മാർത്ഥമായി പശ്ചാത്തപിച്ച് പടച്ചവനെ ഞാൻ അറിഞ്ഞുകൊണ്ട് ബോധപൂർവം ആ തിന്മകൾ ഞാൻ ചെയ്യില്ല എന്ന ദൃഢപ്രതിജ്ഞയുമായി അള്ളാഹുവിലേക്ക് ആത്മാർത്ഥമായി തൗബ ചെയ്ത് അവനിലേക്ക് സൽക്കർമ്മങ്ങളുമായി അടുക്കുന്ന മനുഷ്യന്മാർ, ആ മനുഷ്യന്മാർക്ക് വേണ്ടി നിരന്തരമായി ഇടതടവില്ലാതെ മലായിക്കത്തുകൾ പ്രാർത്ഥിക്കുമെന്ന് വിശുദ്ധ ഖുർആനിലെ 40-ാം അധ്യായം 7-ാമത്തെ വചനത്തിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അല്ലദീന യഹ്മിലൂനൽ അർശ വമൻ ഹൗലഹു, അള്ളാഹുവിന്റെ അർശ് അഥവാ അള്ളാഹുവിന്റെ സിംഹാസനം അത് വഹിക്കുന്ന മലായിക്കത്തുകൾ, അള്ളാഹുവിന്റെ അർശ്, ആ അർശ് വഹിക്കുന്ന മലായിക്കത്തുകൾ തീർന്നില്ല, വമൻ ഹൗലഹു, ആ അർശിന് ചുറ്റുമുള്ള മറ്റു മലായിക്കത്തുകളും യുസബ്ബിഹൂന ബിഹംദി റബ്ബിഹിം, അവർ അവരുടെ റബ്ബിനെ പ്രകീർത്തിച്ചു കൊണ്ടേയിരിക്കുന്നവരാണ്. വയസ്തഗ്ഫിറൂന, അവർ ഇസ്തിഗ്ഫാറിനെ ചോദിക്കും. ആ മലായിക്കത്തുകൾ റബ്ബിന് വേണ്ടി അവർ ഹംദുകൾ പറയും, തസ്ബീഹുകൾ ചൊല്ലും എന്നതോടൊപ്പം വയസ്തഗ്ഫിറൂന ലില്ലദീന ആമനൂ, സത്യവിശ്വാസികളായ ആളുകൾക്ക് വേണ്ടി അവർ ഇസ്തിഗ്ഫാർ നടത്തിക്കൊണ്ടേയിരിക്കും. എന്താ അവർ നടത്തുന്ന ഇസ്തിഗ്ഫാർ? ഫഗ്ഫിർ, പടച്ചോനെ നീ പുറത്തു കൊടുക്കണേ റഹ്മാനെ, അല്ലാഹുവേ നീ പുറത്തു കൊടുക്കണേ റഹ്മാനെ, ലില്ലദീന താബൂ, തൗബ ചെയ്തു മടങ്ങുന്ന മനുഷ്യന്മാർക്ക്, വത്തബഉ സബീലക്, എന്നിട്ട് നീ പഠിപ്പിച്ച നേരായ മാർഗത്തിലേക്ക് പ്രവേശിച്ച് ആ മാർഗത്തിലൂടെ ജീവിക്കുന്ന നല്ല മനുഷ്യന്മാർക്ക് നീ പുറത്തു കൊടുക്കണേ, വഖിഹിം അദാബൽ ജഹീം, അവരെ നീ നരകശിക്ഷയിൽ നിന്ന് കാത്ത് രക്ഷിക്കുകയും ചെയ്യണമേ എന്ന് അള്ളാഹുവിന്റെ അർശ് ചുമക്കുന്ന ആ അർശിന് ചുറ്റും അള്ളാഹുവിന് തസ്ബീഹും തഹ്മീദും തഹ്ലീലും തക്ബീറുമായി ആ അർശിനെ വലയം ചെയ്തുകൊണ്ടിരിക്കുന്ന മലായിക്കത്തുകൾ തൗബ ചെയ്ത് അള്ളാഹുവിന്റെ പൊരുത്തം ആഗ്രഹിച്ച് നല്ല ജീവിതം നയിക്കുന്ന മനുഷ്യർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത്തരം മഹാസൗഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി ഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹൽ അലീം ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, സ്നേഹപൂർവ്വം വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹുവിൻ്റെ മുഖറബീങ്ങളായ മലായിക്കത്തുകൾ, ആ മലായിക്കത്തുകൾ നിരന്തരമായി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സഹായകമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കർമ്മങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നത്. അക്കൂട്ടത്തിൽ റസൂലുള്ളാഹി പഠിപ്പിച്ച മറ്റൊരു കാര്യം, എല്ലാ ദിവസവും രാത്രി ഉറങ്ങാൻ നേരത്ത് വുളൂ ചെയ്തുകൊണ്ട്, എങ്ങനെ വുളൂ എടുത്തുകൊണ്ട് ആരാണോ തൻ്റെ കിടപ്പറയിലേക്ക് എത്തി ആ വുളൂയോടുകൂടി ഉറങ്ങാൻ കിടക്കുന്നത്, ആ മനുഷ്യന് വേണ്ടി നേരം പുലരുന്നത് വരെ
എങ്ങനെ? നേരം പുലരുന്നത് വരെ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലായികത്യങ്ങൾ ആ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ത് നമുക്ക് നഷ്ടമുള്ളൂ? എന്ത് നമുക്ക് നഷ്ടമുള്ളൂ? 2-3 കപ്പ് വെള്ളം അല്ലേ? അതും നമുക്കൊരു ചെലവില്ലാതെ അൽഹംദുലില്ലാഹ് അള്ളാഹുവിന്റെ അനുഗ്രഹമായി കിട്ടാനുണ്ട്. അള്ളാഹു നിലനിർത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നല്ല മഴയെ നമുക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. 2-3 കപ്പ് വെള്ളം, ഒരു 2 മിനിറ്റ് സമയം അല്ലേ? ഒതു അതിൻ്റെ കൃത്യതയോടെ പൂർണ്ണതയോടെ ഒരാൾ ഒതുണ്ടാക്കി ചെന്ന് കിടന്നാലേ അതൊരു ഉന്മേഷമാണ്. ഉറക്കത്തിലേക്കുള്ള ഒരു ഉന്മേഷമാണ് എന്നതിലുപരി നേരം പുലരുന്നത് വരെ റഹ്മത്തിന്റെ മലായികത്യങ്ങളുടെ പ്രാർത്ഥന കിട്ടാൻ കൂടി ഉപകരിക്കുന്ന വലിയൊരു പുണ്യമാണത്. ഒരു ചെലവില്ല. നിരന്തരമായി അത് ശ്രദ്ധിക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടാകും. അള്ളാഹു അത് അവർക്ക് നിലനിർത്താനുള്ള തൗഫീക്ക് നൽകട്ടെ. ഇനി നമ്മളത് ശ്രദ്ധിക്കാത്തവരാണ്, അതിൽ അത്ര തന്നെ നമ്മൾ അതിന് ഒരു പ്രാധാന്യം ഇതുവരെ കൊടുക്കാത്തവരാണെങ്കിൽ ഇന്ന് മുതൽ സഹോദരന്മാരെ, ഞാനും നിങ്ങളൊക്കെ അത് ശ്രദ്ധിക്കുക. റസൂൽ പറഞ്ഞു, മൻ ബാത ത്വാഹിറൻ ബാത ഫീ ശിആർ. ഒരാൾ വുദൂ എടുത്ത് വൃത്തിയോടുകൂടി തുഹൂറായ രീതിയിൽ ഒരു മനുഷ്യൻ കിടക്കുകയാണെങ്കിൽ, അങ്ങനെ ഉറങ്ങുകയാണെങ്കിൽ, അവൻ്റെ കൂടെ ഒരു മലക്കുകൂടി അവിടെ കഴിഞ്ഞുകൂടും. അവന്റെ ബെഡ്റൂമിനകത്തൊരു മലക്കുകൂടി അവിടെ സന്നിഹിതനായി ഉണ്ടാകും. വഖാലൽ മലക്, എന്നിട്ട് ആ മലക്ക് പറയുമത്രേ, അല്ലാഹുമ്മ ഗ്ഫിർ ലി അബ്ദിക്, പടച്ചോനെ നിന്റെ ഈ അടിമക്ക് നീ പുറത്തു കൊടുക്കണേ റഹ്മാനെ, നിന്റെ ഈ അടിമക്ക് നീ പുറത്തു കൊടുക്കണേ റഹ്മാനെ. കാരണം ഫഇന്നഹു ബാത ത്വാഹിറ, ഫഇന്നഹു ബാത ത്വാഹിറ, ഇദ്ദേഹം പൂർണ്ണമായ ശുദ്ധിയോടെ വുദൂഓടെയാണ് ഈ രാത്രിയിൽ കഴിച്ചു കൂട്ടുന്നത് എന്ന് ആ മലക്ക് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവസാനിപ്പിക്കുകയാണ്. ഒരു കാര്യം കൂടി റസൂലുള്ളാഹി പറഞ്ഞത് ഉണർത്തുന്നു. റസൂലുള്ളാഹി പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ, എൻ്റെ മേൽ നിങ്ങൾ എത്ര കണ്ട് സ്വലാത്ത് അധികരിപ്പിക്കുന്നുവോ, സ്വലാത്ത് ചൊല്ലുന്നുവോ, അത്ര കണ്ട് നിങ്ങൾക്ക് അള്ളാഹുവിന്റെ ഗുണം കിട്ടും. ആ ഗുണത്തിന് വേണ്ടി, അള്ളാഹുവിൽ നിന്നുള്ള ആ ഗുണത്തിന് വേണ്ടി മലായികത്യങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലം റസൂൽ പറഞ്ഞു. മാ മിൻ മുസ്ലിമിൻ യുസല്ലി അലയ്യ, ഒരു മുസ്ലിമും എൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലുന്നില്ല, ഇല്ലാ സ്വല്ലത്ത് അലൈഹിൽ മലായിക, ആ മനുഷ്യന് മലക്കുകൾ ഗുണത്തിന് വേണ്ടി തേടിയിട്ടല്ലാതെ. റസൂലുള്ളാഹിന്റെ മേൽ നമ്മൾ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ ആ സ്വലാത്ത് നമ്മൾ ചൊല്ലി പൂർത്തിയാക്കുന്നില്ല. എങ്ങനെയല്ലാതെ? മലക്കുകൾ നമുക്ക് വേണ്ടി ഒരു ഗുണത്തിന് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടല്ലാതെ. അതുകൊണ്ട് റസൂലുള്ളാഹി പറഞ്ഞു, ഫൽയുഖല്ലൽ അബ്ദു മിൻ ദാലിക ഔ യുക്സിർ. അതുകൊണ്ട് സ്വലാത്ത് ചൊല്ലുന്നത് കുറക്കണോ കൂട്ടണോ, അത് കുറക്കണോ കൂട്ടണോ എന്ന് നിങ്ങൾ ചിന്തിച്ചു കൊള്ളുക. എത്ര കണ്ട് സ്വലാത്ത് നമ്മൾ അധികരിപ്പിക്കുന്നുവോ അത്ര കണ്ട് മലക്കുകൾ നമുക്ക് വേണ്ടി ഗുണത്തിന് തേടുന്നു. എത്ര കണ്ട് സ്വലാത്ത് നമ്മൾ കുറക്കുന്നുവോ അത്ര കണ്ട് നമുക്കുള്ള ഗുണത്തിനു വേണ്ടിയുള്ള മലക്കുകളുടെ പ്രാർത്ഥന കുറയും എന്നർത്ഥം. അള്ളാഹു ധാരാളമായി നമ്മുടെ നന്മക്ക് വേണ്ടി മലായികത്യങ്ങളുടെ പ്രാർത്ഥന ലഭിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു നിലനിർത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകുറ്റങ്ങളും അർഹമർ-റഹീമീനായ റബ്ബ് നമുക്കെല്ലാവർക്കും പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ ദീൻ, ആ ദീന് പരമാവധി പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും ഒക്കെയുള്ള അറിവും കഴിവും തൻ്റെ ഇടവും ഇഖ്ലാസും ധൈര്യവും അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ദീനിൻ്റെ ശിആറുകളെ, ഈ ദീനിൻ്റെ ചിഹ്നങ്ങളെ ഏറ്റവും അഭിമാന ബോധത്തോടെ മരണം വരെ കാത്തു സൂക്ഷിക്കാനുള്ള തൗഫീക്കും നിർഭയത്വമുള്ള സാഹചര്യവും അള്ളാഹു ഈ രാജ്യത്തും ഈ ലോകത്തുടനീളവും ഈ ഉമ്മത്തിന് അള്ളാഹു പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഞങ്ങൾ കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്ന ഈദിൻ്റെ സന്തോഷകരമായ
ആഘോഷമായ ദിനങ്ങൾ. റഹ്മാനായ റബ്ബേ, ഇത് ആഘോഷം എന്നതിലുപരി ഇത് ഇബാദത്ത് കൂടിയാണല്ലോ. ഈ ഇബാദത്തുകളെ നീ ഏറ്റവും അർഹമായ രീതിയിൽ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണമേ റഹ്മാനെ. ഈ ഇബാദത്തുകളിൽ പങ്കെടുക്കാൻ കഴിയാത്ത വിധത്തിൽ, അല്ലെങ്കിൽ ഇത്ര തന്നെ ഇതിനോട് ചേർന്ന് നിൽക്കാൻ കഴിയാത്ത വിധത്തിൽ പല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമായി കഴിയുന്ന എത്രയോ ആളുകളുണ്ട്, എത്രയോ സഹോദരങ്ങളുണ്ട്. അവരുടെ പ്രയാസങ്ങൾ നീ അവർക്ക് ലഘൂകരിച്ചു കൊടുക്കണമേ റഹ്മാനെ. അവരുടെ രോഗങ്ങൾ നീ അവർക്ക് ശിവയാക്കി കൊടുക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, പ്രവാസ ലോകം നയിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ സഹോദരന്മാർ, ഞങ്ങളുടെ പിതാക്കന്മാർ, ഞങ്ങളുടെ മക്കൾ, ഞങ്ങളുടെ ആങ്ങളമാർ, അർഹമർ റബ്ബേ, അവരുടെയൊക്കെ ജീവിതത്തിൽ, അവരുടെയൊക്കെ ഇടപാടുകളിൽ, അവരുടെയൊക്കെ ജോലികളിൽ നീ എല്ലാവിധ ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ മക്കളിലും ഞങ്ങളുടെ ഇണകളിലും ഞങ്ങളുടെ എല്ലാ കുടുംബ വൃത്തങ്ങളിലും നീ കൂടുതൽ കൺകുളിർമയും അഭിവൃദ്ധിയും സമാധാനവും സന്തോഷവും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, ജീവിതത്തിന്റെ ഏതൊരവസരത്തിൽ മരണപ്പെടേണ്ടി വന്നാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉൾക്കൊണ്ട് ഉച്ചരിച്ച് നീ തൃപ്തിപ്പെടുന്ന രീതിയിൽ മരിക്കാനുള്ള തൗഫീഖ് അർഹമർ റഹീമീനായ റബ്ബേ ഞങ്ങൾക്കെല്ലാവർക്കും നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, പെട്ടെന്നുണ്ടാകുന്ന മരണങ്ങൾ, വലിയ വലിയ അപകടങ്ങൾ, പ്രയാസങ്ങൾ, അത്തരം ബുദ്ധിമുട്ടുകളിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും നീ കാക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ ജോലികളിൽ, ഇടപാടുകളിൽ, ഞങ്ങളുടെ മഹീഷത്തിൽ കൂടുതൽ ബർക്കത്തും ഖൈറും അഭിവൃദ്ധിയും ഇസ്സത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, പുതിയൊരു അധ്യയന വർഷത്തിലേക്കാണ് ഞങ്ങളുടെ മക്കൾ പ്രവേശിക്കുന്നത്. പുതിയ പ്രതീക്ഷകളോടെ, പുതിയ സ്വപ്നങ്ങളോടെ കാലെടുത്ത് വെക്കുന്ന ഞങ്ങളുടെ മക്കൾക്ക് മതരംഗത്തും ഭൗതിക രംഗത്തും കൂടുതൽ ഇൽമ നേടാനും അവരുടെ ജീവിതം രണ്ട് ലോകത്തും ശോഭനമായി തീരാനും അള്ളാഹുവെ അവരെ നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അവരെ നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അവരെ നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുറത അഅ്യുൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. اللهم اغفر للمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا وأجر والدينا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم انصر إخواننا المسلمين في فلسطين. اللهم انصر إخواننا المسلمين في فلسطين. اللهم انصر إخواننا المسلمين في كل مكان العالم يا رب العالمين. اللهم انصرهم نصر عزيز مقتدر. اللهم انصرهم نصر عزيز مقتدر. اللهم ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار، وقنا عذاب النار، وقنا عذاب النار. ربنا تقبل منا، ربنا تقبل منا، ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله على نبينا محمد وآله وصحبه أجمعين والحمد لله رب العالمين. قوموا إلى صلاتكم يرحمكم الله.